നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP. രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ പറഞ്ഞു. രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും കാല് തറയിലുണ്ടാവില്ലെന്നും ഓമനക്കുട്ടൻ ഭീഷണി മുഴക്കി. പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള നീക്കം വിവാദമാക്കിയ നടപടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിലാണ് വീണ്ടും ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. നൈപുണ്യ വികസന കേന്ദ്രത്തിനെതിരായ നീക്കമാണ് MLAയുടേതെന്നും ഭിന്നശേഷി വിദ്യാർത്ഥികളെ അപമാനിക്കുകയാണ് MLA എന്നും വ്യക്തമാക്കിയാണ് BJP ഇന്ന് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നേരത്തെയും ഇതേ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP നേതാവ് ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. RSS നേതാക്കളെ അവഹേളിച്ചാൽ MLA പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു BJPയുടെ ഭീഷണി. അതേസമയം BJP ഭീഷണിക്ക് നേരെ രാഹുൽ മാങ്കൂട്ടത്തിലും മറുപടിയുമായി എത്തി. തന്റെ കാല് വെട്ടാനുള്ള പാങ്ങ് BJPക്കില്ലെന്നും ഇപ്പോഴും കാലുകുത്തിയാണ് നടക്കുന്നതെന്നും തലയാണ് വേണ്ടതെങ്കിൽ തല നീട്ടിവെച്ച് കൊടുക്കാമെന്നും രാഹുൽ മറുപടി നൽകി. പക്ഷേ ഒരിക്കലും മാപ്പ് പറയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. ഭിന്നശേഷി പദ്ധതിക്കെതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. സമരം ചെയ്ത CPIM-ഉം ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. BJP അതിവൈകാരികത കുത്തിയിളക്കുകയാണെന്നും നൈപുണ്യ കേന്ദ്രത്തിന് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ അനുവദിക്കില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. പാലക്കാട് നഗരസഭയുടെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് RSS നേതാവിന്റെ പേര് ഇട്ടതിൽ വ്യാപക പ്രതിഷേധമുയർത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും DYFI പ്രവർത്തകരും സ്ഥലത്തെത്തി തറക്കല്ലിടൽ ചടങ്ങ് തടഞ്ഞ് പ്രതിഷേധിച്ചു. തറക്കല്ലിടുന്നതിനായി എടുത്ത കുഴിയിൽ ഇറങ്ങി നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അന്ന് പ്രതിഷേധിച്ചത്.